ഇരിക്കാം. ദൈവത്താൽ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഭൂമി അത്യുഷ്ണത്താൽ ബന്ധിരുന്ന ഈ വേളയിൽ സർവശക്തനായ ദൈവത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുകയാണ്. ഭൂമിക്ക് ആവശ്യമായ മഴയെ നൽകി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഇത് ചിന്തിക്കുന്ന ഞങ്ങളുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞോട്ടമായിരിക്കാനും കുറവുകളെ പരിഹരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ച് തമ്മിൽ സ്നേഹത്തിലും ഐക്യതയിലും വസിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. തിരുസന്നിധിയിലായിരിക്കുന്ന ഈ പ്രിയ ജനത്തോടും അടിയനോടും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ പകരുന്നത് നല്ല ഒരു ദൈവവചന ചിന്തയിലൂടെ ഞങ്ങൾക്ക് നല്ലൊരു ആത്മീയ പരിപോഷണം ലഭിക്കുക അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാൽ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്താൽ അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ അനുവദിച്ചു എന്നുള്ളതാണ്. ഈ അനുഗ്രഹീത പ്രഭാതത്തിൽ നന്ദിയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയമുള്ളവരെ, അത്യുഷ്ണം കേരളക്കരയാകെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം പത്രങ്ങൾ വാർത്തകളിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത് അത്യുഷ്ണത്താൽ ജീവജാലങ്ങളും മനുഷ്യനും പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നാം ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. പ്രകൃതിയിന്മേൽ അധികാരമുള്ള ദൈവം, കാറ്റിനെയും കടലിനെയും ശാസിച്ച ദൈവം, മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ മഴ പെയ്യിച്ച ദൈവം, പ്രിയമുള്ളവരെ, നമ്മുടെ ദേശത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ആലോചന പറഞ്ഞുകൊണ്ട് ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ക്ഷമയും കോപവും വിപരീതമായ പദങ്ങളാണ്. സമാധാന ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒരു അനുഭവമാണ് ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ പൊറുക്കുക, മാപ്പ് കൊടുക്കുക, കോപിക്കാതിരിക്കുക തുടങ്ങിയതായ അർത്ഥങ്ങൾ അതിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. രവീന്ദ്രനാഥ് ടാഗോർ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ക്ഷമ ഉന്നത മനസ്സിന്റെ സ്വഭാവമാണ് എന്നുള്ളതാണ്. ബിച്ചർ എന്ന് പറയുന്ന തത്വജ്ഞാനി പറഞ്ഞ ഇപ്രകാരമാണ്: ഞാൻ ക്ഷമിക്കാം പക്ഷേ മറക്കില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ക്ഷമയല്ല എന്നുള്ളതാണ്. ബെൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്രകാരമാണ് പറഞ്ഞത്: ശത്രുവിന് നൽകുവാനുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ക്ഷമ എന്നുള്ളത്. ലോക പ്രശസ്ത ചിന്തകനായ റൂസോയ് ക്ഷമയെ കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ക്ഷമ കയ്പ് നിറഞ്ഞതാണെങ്കിലും അതിന്റെ ഫലം എന്ന് പറയുന്നത് വളരെ മധുരതരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കോപം മനുഷ്യനെ തന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്ന് മാറ്റി മൃഗതുല്യമായ അനുഭവത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവികതയുള്ള വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
എങ്കിലും ദൈവം സ്നേഹമാണ് എന്ന് വേദപുസ്തകം വളരെ ശക്തമായി നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ കോപത്തെക്കുറിച്ച്, ദൈവത്തിന്റെ ക്ഷമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സത്യവേദപുസ്തകത്തിന്റെ ഉള്ളടക്കം ദൈവത്തിന്റെ സ്നേഹം അഥവാ ദൈവസ്നേഹത്തിൽ അന്തർലീനമായിരിക്കുന്ന അനുഭവങ്ങളുമാണ്. മനുഷ്യന്റെ പാപവും ദൈവത്തിന്റെ ക്ഷമയും ദൈവ വചനത്തിന്റെ ആരംഭം മുതൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. ദൈവം മനുഷ്യരോട് കാണിക്കുന്ന ക്ഷമ നാം അനുഭവിക്കുന്നത് പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ക്ഷമയുടെ മനോഹാരിത എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് പോലെ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ദൈവ സ്നേഹത്തിന്റെ ആത്യന്തിക ദർശനമാണ് കാൽവരി ക്രൂശിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. ക്ഷമ അഭിജ്ഞാതരായ മനുഷ്യർക്ക് വേണ്ടി മരണം സ്വീകരിച്ച ദൈവപുത്രന്റെ സ്നേഹം മാനുഷിക ബന്ധങ്ങളിലൂടെ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നമുക്ക് ക്രിസ്ത്യാനികൾ എന്ന അവകാശത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവം അത് ക്ഷമയിലൂടെ കർത്താവായ യേശു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതായത് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ഏത് ഉപാധികളുമില്ലാതെ യേശു നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ പാരമ്യതയാണ് കാൽവരി ക്രൂശിലെ മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാക്യത്തിന്റെ, അതായത് പൗലോസ് പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതായ ആ വാക്യത്തിന്റെ ദൈവക്ഷമയുടെ ആഴമേറിയ തലങ്ങളെ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്, മനുഷ്യൻ പാപിയാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഭൂമിയിൽ സംഭവിച്ചു എന്ന് വേദപുസ്തകം വളരെ ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. റോമർ 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീരുന്നു എന്നും ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ പാപത്തെ കുറിച്ച് വിവരിക്കുന്ന അനേക പദങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലംഘനം, അകൃത്യം, അനീതി, അതിക്രമം, വീഴ്ച, മറുതലിപ്പ്, മത്സരം തുടങ്ങിയ വാക്കുകൾ മനുഷ്യപാപത്തിന്റെ വിവിധ ഭാവങ്ങളെയാണ് പ്രകടമാക്കുന്നത്. ദൈവത്തോടുള്ള ബന്ധത്തിലാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, മനുഷ്യരോടുള്ള ബന്ധത്തിലാണ് നാം തെറ്റുകൾ ചെയ്യുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു ആത്മീയ സത്യമുണ്ട്. മനുഷ്യരോടുള്ള ബന്ധത്തിൽ നാം ചെയ്യുന്ന തെറ്റുകളാണ് ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ അത് പാപമായി തീരുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മുടെ സഹോദരങ്ങളോട് നാം എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ, സമസൃഷ്ടികളോട് നാം എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ പാപമായി തീരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ യോസഫ് പൊത്തിഫോറിന്റെ ഭാര്യയോട് പറയുന്നത്, ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നതിനെ. ഇവിടെ മാനുഷിക ബന്ധങ്ങളിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകൾ ദൈവവുമായുള്ള ബന്ധത്തിൽ പാപമായി മാറ്റപ്പെടുന്നു. അങ്ങനെയെങ്കിൽ മാനുഷിക ബന്ധങ്ങളിൽ തെറ്റുകൾ ചെയ്യാതെ ക്ഷമയുള്ളവരായി ജീവിക്കുവാനാണ് ദൈവവചനം ഈ പ്രഭാതത്തിൽ നമുക്ക് ആലോചന നൽകുന്നത്. 51-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. അത് ഊരിയാവിന്റെ ഭാര്യ ബത്ശേബയോട് തെറ്റ് ചെയ്തതായ ദാവീദ് താൻ ചെയ്തു പോയതായ തെറ്റ് ദൈവസന്നിധിയിൽ പാപമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്: ദൈവമേ, നിന്നോട് തന്നെയാണ് ഞാൻ പാപം ചെയ്തത്, നിനക്ക്
ഇവിടെ മനുഷ്യനോട് ചെയ്യുന്ന തെറ്റുകൾ ദൈവത്തോടുള്ള പാപം എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇവിടെ മനുഷ്യനെ കുറിച്ച് പറയുന്നത് അവൻ പാപിയാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ഭൂമിയിൽ സംഭവിച്ചു എന്ന് വചനം പഠിപ്പിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 6:23 ഇങ്ങനെ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പ്രിയമുള്ളവരെ, അതേ റോമർക്കെഴുതിയ ലേഖനം 7:24 പൗലോസ് പറയുന്നു, അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ ശരീരത്തിൽ വസിക്കുന്നു, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും എന്നാണ്. അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, പുരാതന കാലം മുതൽ ഇന്നയോളം ജീവിച്ചിരിക്കുന്ന ലോക മനുഷ്യർ പല കാലങ്ങളിലും ഈ ചോദ്യം ദൈവത്തോട് ഉന്നയിച്ചിട്ടുണ്ട്. അത് മനുഷ്യൻ പാപിയാണ് എന്നുള്ളതായ ഒരു സമ്മതം. അതിനുള്ള ഈ പാപത്തിന് പരിഹാരവും വേദപുസ്തകം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് പാപത്തിന് പരിഹാരം എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊരുത്തരിന് രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നും യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ പഠിക്കുമ്പോൾ, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു എന്നും യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ പാപിയാണെങ്കിൽ ആ പാപത്തിന് പരിഹാരവും ദൈവ വചനം തന്നെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മാനുഷിക ബന്ധങ്ങളിൽ നാം ചെയ്യുന്നതായ തെറ്റുകൾ ദൈവ മുൻപാകെ നമ്മെ പാപിയാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ ചിന്ത, ക്രിസ്തുവിലൂടെയുള്ള ക്ഷമ ദൈവ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിലൂടെ ക്ഷമ അഥവാ പാപമോചനം നമുക്ക് ദൈവം നൽകുന്നു. അതിന് കാരണം ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. റോമർ 5:8 പറയുന്നു, ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 103-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ ദൈവം കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ തന്നെ. 103-ാം സങ്കീർത്തനം 10-ാം വാക്യം, അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതിനില്ല. അപ്പോൾ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പാപമോചനം ദൈവം നമുക്ക് നൽകുന്നു. അതായത് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ നമ്മോടുള്ളതായ സ്നേഹത്തെ ക്രിസ്തു പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ദൈവം സ്നേഹം തന്നെ എന്നുള്ളതത്രേ. ഈ ദൈവത്തിന്റെ സ്നേഹം ദൈവം പ്രദർശിപ്പിക്കുന്നത് തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൽ മൂലമാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 3:14, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ദൈവം ഈ സ്നേഹം പ്രകടിപ്പിച്ചത് നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ക്ഷമ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നാം നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിലേക്ക് പറയേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവക്ഷമ ലഭിക്കുന്നവർക്ക് മാത്രമേ പാപത്തിൽ നിന്ന് പരിഹാരമുള്ളൂ. അതേ സദൃശവാക്യം 28:13 പറയുന്നു, തന്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുന്നു. അത് തന്നെ ദാവീദ് പറയുന്നു, ലംഘനം മറച്ച് പാപം ക്ഷമിച്ച് ലഭിച്ച മനുഷ്യൻ ഭാഗ്യവാൻ. അതേ, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് പാപക്ഷമ ലഭിക്കുകയുള്ളൂ. അപ്പോൾ പാപക്ഷമ നമുക്ക് ലഭിക്കുന്നത്
വീണ്ടെടുക്കപ്പെട്ട പാപികളാണ് ഞാൻ നിങ്ങളും. അതേ പൗലോസ് പറയുന്നു, ആ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നുള്ളതത്രേ. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും അത് പഞ്ഞി പോലെ ആയിത്തീരുമെന്ന് വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുക. നമ്മുടെ പാപങ്ങൾ നാം പറയുന്നത് സഹജീവികളോടും സഹോദരങ്ങളോടും കാണിക്കുന്ന തെറ്റുകളാണ് എന്നുള്ള കാര്യമാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ സഹോദരങ്ങളോടും നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ സഹ സൃഷ്ടികളോടും എന്തെങ്കിലും തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ പാപമായി നിലനിൽക്കുന്നു. ആ പാപം ഏറ്റുപറഞ്ഞ് വീക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുന്നു, അവന് പാപക്ഷമയും ലഭിക്കുകയും വചനം പഠിപ്പിക്കുകയാണ്. ക്ഷമാരാഹിത്യം പാപത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് കോപം എന്ന് പറയുന്നത്. കോപിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനും നിങ്ങളും എല്ലാവരും കോപിഷ്ഠരാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോപം അത് ജ്വലിക്കുന്നത് നമ്മുടെ ഭവനാന്തരീക്ഷങ്ങളിലാണ് കൂടുതൽ എന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്താകുന്നു ഈ കോപം എന്ന് പറയുന്നത്? മനസ്സിന്റെ ദീപത്തെ കെടുത്തിക്കളയുന്ന കൊടുങ്കാറ്റാണ് കോപം എന്ന് ഇംഗർബോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുകയുണ്ടായി. അത് നമ്മുടെ മനസ്സിൽ ശാന്തമായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിളക്കുണ്ട്. ആ വിളക്കിന്റെ ശോഭയെ കെടുത്തിക്കളയുന്ന കൊടുങ്കാറ്റാണ് കോപം. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ സ്വഭാവത്തിൽ നിന്നും അവനെ മൃഗതുല്യമായ അനുഭവത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രക്രിയയെ നമുക്ക് കോപം എന്ന് പറയാം. അങ്ങനെ നിയന്ത്രണമില്ലാത്ത കോപം മനുഷ്യനെ മൃഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പത്രങ്ങൾ വായിക്കുമ്പോൾ, വീഡിയോകൾ ശ്രദ്ധിക്കുമ്പോഴൊക്കെ നിഷ്കരണം മനുഷ്യനെ കൊല ചെയ്യുന്നവർ, അല്ലെങ്കിൽ ജീവിത പങ്കാളികളെ വളരെ നിഷ്കരണം കൊല ചെയ്യുന്ന സാഹചര്യങ്ങളെല്ലാം ഈ കോപത്തിന് അടിമപ്പെട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു പോകരുത്. നാം പാഠമായി വായിച്ച അതേ ഉൽപ്പത്തി പുസ്തകത്തിൽ കയീന്റെ ഹാബേലിന്റെ ചിത്രം അവിടെ വ്യക്തമാകുന്നു. രണ്ടുപേരും ദൈവസന്നിധിയിൽ യാഗം കഴിക്കുവാനായി പോകുന്നു. ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചപ്പോൾ കയീന് അത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അവന്റെ മനസ്സിൽ അസൂയ വളർന്നു. ഈ അസൂയ കോപത്തിന് വഴിമാറി. ഈ കോപം അവനെ കൊണ്ട് എത്തിച്ചത് സഹോദര ഹത്യയായിരുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, വേദപുസ്തക ചരിത്രത്തിൽ ആദ്യത്തെ കൊലപാതകമായി അത് സംഭവിച്ചതായി ഉൽപ്പത്തി പുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്ഷമാരാഹിത്യം കോപത്തിലേക്ക്, ആ കോപം പാപത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അത് ക്ഷമിക്കുവാനുള്ള മനസ്സ് നാം വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. കോപിക്കുവാനുള്ള അവസരങ്ങൾ ഒട്ടനവധിയാണ്. നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിലായാലും, നമ്മുടെ പ്രവർത്തന മേഖലകളിലായാലും, നമ്മുടെ സഭയിലും സമൂഹത്തിലെവിടെയായാലും കോപിക്കുവാനുള്ള അവസരങ്ങളും സാധ്യതകളും വളരെ വലുതാണ്. എന്നാൽ കോപിക്കാതെ ക്ഷമയോടെ അതിനെ കൈകാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിത വിജയം കൈവരിക്കുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം മത്തായിയുടെ സുവിശേഷം 5:23 പറയുന്നു, സഹോദരനോട് നിസ്സാരനായി എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. മൂഢനായി എന്ന് പറഞ്ഞാൽ നീ അഗ്നി നരകത്തിന് ഇരയാകും. നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിന്റെ മുമ്പാകെ വച്ചേച്ച് ഒന്നാമത് പോയി ഈ സഹോദരനോട് നിരന്നു കൊള്ളുക, രണ്ടാമത് വന്ന് വഴിപാട് കഴിക്കുക എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് അത് സ്വതവേ വളർന്നു വരുന്ന ഒന്നല്ല. ഇത് പൈശാചിക ചിന്തകളും പൈശാചിക പ്രലോഭനങ്ങളും ലോകത്തിന്റെ പ്രലോഭനങ്ങളും നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വല്ലാതെ അലട്ടുമ്പോൾ ക്ഷമിക്കുവാനുള്ള നമ്മുടെ മാനസികമായ അവസ്ഥ നഷ്ടപ്പെടുകയും കോപത്തിന് അടിമപ്പെട്ട്
ക്ഷമയോടുകൂടെ നമ്മുടെ ജീവിതത്തെ, ആത്മസംയമനത്തോടുകൂടെ നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. കാണുന്ന സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ ആരാധിക്കുവാനായിട്ട് കഴിയും? അതുകൊണ്ട് കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്ഷമിക്കുവാൻ ദൈവം നമുക്ക് അനേക അവസരങ്ങൾ നൽകി. ഇന്നും അനേകർ തങ്ങളുടെ ഹൃദയത്തിൽ ക്ഷമിക്കുവാൻ കഴിയാതെ പഴയ കാര്യങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ട് അനേക ക്ഷമാരാഹിത്യത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്ന അനേക വ്യക്തിത്വങ്ങളെ എനിക്കറിയാം. ക്ഷമിക്കുവാനുള്ള അവസരം ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ അതേ പ്രിയമുള്ളവരെ ക്ഷമിക്കുക. അത് എത്ര വട്ടമായാലും എത്രത്തോളം നാം ക്ഷമിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ മനസ്സിന് ഒരു ശാന്തത കൈവരുത്തുവാനായിട്ട് കഴിയും. അത്രത്തോളം സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതം ആസ്വദിക്കണമെങ്കിൽ, സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, ദൈവസന്നിധിയിൽ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ക്ഷമയുള്ളവരായി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. എത്രത്തോളം നമുക്ക് ക്ഷമിക്കുവാനായിട്ട് കഴിയുമോ അത്രത്തോളം ദൈവികത്വം നമ്മിലേക്ക് നിറയും. യേശുവിന്റെ ക്ഷമയുടെ ഭാവമാണ് കാൽവരി ക്രൂശിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. ആ യേശുവിനെ നാം ആരാധിക്കുമ്പോൾ ക്ഷമയുടെ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നാം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ഭവനങ്ങളെ സ്വർഗ്ഗതുല്യമാക്കും, നമ്മുടെ സമൂഹത്തെ സന്തോഷകരമായ ഒരു സമൂഹമാക്കി മാറ്റും, നമ്മുടെ ദൈവാലയം ദൈവതേജസ്സിനാൽ നിറയപ്പെടുന്ന അനുഭവമാക്കി മാറ്റും. നാലാമത്തെ ചിന്ത, ക്രിസ്തുവിന്റെ ക്ഷമ സ്വീകരിക്കുന്നതിന് നാം അന്യോന്യം ക്ഷമിക്കണം എന്നുള്ളതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ നാം പാഠമായി വായിച്ച വേദഭാഗത്തിൽ യേശു പറയുന്നു, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാനാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവായ യേശു പറഞ്ഞതായ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശു നമ്മെ ഇത് പഠിപ്പിച്ചു. നാം എന്നും ഇത് പ്രാർത്ഥിക്കുന്നവരാണ്. നാം ഇത് പ്രാർത്ഥിക്കുമ്പോൾ നാം നമ്മുടെ മനസ്സാക്ഷിയോട് ചോദ്യം കൂടെ ചോദിക്കണം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ നാം എത്ര കണ്ട് ക്ഷമിക്കുന്നു? അതുകൊണ്ട് ദൈവമേ, ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കരുത്. ആ ഒരു അപേക്ഷയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് നാം നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാനാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല എന്നുള്ളതാണ്. ദൈവിക ക്ഷമയുടെ ഉപാധി എന്ന് പറയുന്നത് നാം മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രിയമുള്ളവരെ, ക്ഷമ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമാണ്. ദീർഘക്ഷമ അത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം നാം പുറപ്പെടുവിക്കുന്നുവെങ്കിൽ ക്ഷമയുള്ളവരായി നമുക്ക് ജീവിക്കണം. ക്ഷമയുടെ ശക്തി വളരെ വലുതാണ്. ക്ഷമയുടെ ശക്തി കൊണ്ട് ഒരു ശത്രുവിനെ നമുക്ക് മിത്രമാക്കി മാറ്റുവാനായിട്ട് കഴിയും. നമ്മുടെ ശത്രുവിന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ക്ഷമ എന്ന് പറയുന്നത്. നമ്മെ പരിഹസിക്കുന്നവരെ നമ്മെ ആരാധിക്കുവാനുള്ളതായ ആത്മീയതയുടെ അനുഭവങ്ങളിലേക്ക് നയിക്കുവാനും ഈ ക്ഷമയ്ക്ക് കഴിയും എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവസഭയെ, ക്ഷമിക്കുക എന്ന് പറയുന്നത് ദൈവികത്വം നിറഞ്ഞതായ ഒരു മനസ്സിന്റെ ഉടമയ്ക്ക് മാത്രമേ കഴിയൂ. വേദപുസ്തകത്തിൽ ഏറ്റവും ഉദാത്തമായി പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ക്ഷമ എന്ന് പറയുന്നത്. പാപികളായ മനുഷ്യരോട് ദൈവം ക്ഷമിച്ചതുപോലെ നാമും നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുക. നമ്മുടെ സഹോദരങ്ങളോട് നാം ക്ഷമിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമ്മോട് ക്ഷമിക്കും എന്നുള്ളതാണ്.
ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പനയായി കർത്താവായ യേശു പറഞ്ഞത് ദൈവത്തെ പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കുക, അതിനോടൊപ്പം മനുഷ്യരോട് പറഞ്ഞത് അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണമെങ്കിൽ സഹോദരങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയാത്തവന് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയും? സ്നേഹമുണ്ടെങ്കിൽ ക്ഷമിക്കുവാൻ കഴിയും. ക്ഷമിക്കാൻ കഴിഞ്ഞാൽ ജീവിതം അർത്ഥപൂർണമാവും, അനുഗ്രഹപൂർണമായി തീരും, സമാധാനത്തോടെ ജീവിക്കുവാൻ സാധിക്കും. ആ ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ.